അതിരപ്പള്ളിയിലെ കാട്ടാനയായി ഏഴാറ്റുമുഖം ഗണപതിക്ക് കാലിന് മുറിവേറ്റിട്ടുണ്ടോ എന്ന് വനം വകുപ്പ് പരിശോധിക്കുന്നു. വലതുകാലിന് പരിക്കേറ്റ രീതിയിലാണ് ആന നടക്കുന്നത്. 2 ദിവസത്തേക്ക് ആനയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചു. MS ലിഷോ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ലിഷോ, ഈ ഏഴാറ്റുമുഖം ഗണപതി കാട്ടാനയായിട്ട് കൂടി നാട്ടുകാർ പേരിട്ട് വിളിക്കുന്ന ഒരു ആനയാണ്. നേരത്തെ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്ന സമയത്തും ദൃശ്യങ്ങളിൽ ഇടം പിടിക്കുകയും ശ്രദ്ധ നേടുകയും ഒക്കെ ചെയ്ത ആനയാണ്. നേരത്തെ കൂട്ടി ഈ പരിക്ക് ഉണ്ടോ? ഏത് തരത്തിലാണ് ഇപ്പോൾ നിരീക്ഷണം പുരോഗമിക്കുന്നത്? അതായത് കഴിഞ്ഞ 2 ദിവസമായി ആനയുടെ കാലിന് പരിക്കുള്ളതിന് സമാനമായാണ് നടക്കുന്നത്. അതായത് മുടന്തി നടക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിക്കാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയുടെ കാലിന് പരിക്കുണ്ട് എന്നുള്ള സംശയമാണ് വനംവകുപ്പ് പറയുന്നത്. വയറിന് പ്രശ്നം ഉണ്ടെങ്കിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മുടന്തി നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം ഇവിടെ വനംവകുപ്പ് ഡോക്ടർമാർ വന്ന് ഈ ആനയെ നിരീക്ഷിച്ചിരുന്നു. ആനയെ നിരീക്ഷിച്ചപ്പോൾ ആനയുടെ കാലിന് പരിക്കുണ്ടെന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അത് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഈ പ്ലാന്റേഷൻ മേഖലയിലൂടെയൊക്കെ സ്ഥിരമായി പോകുന്ന ആനയായതിനാൽ തന്നെ പ്ലാന്റേഷൻ മേഖലയിൽ കമ്പിവേലിയിലും മറ്റും ആനയുടെ കാൽ കൊണ്ട് അത്തരത്തിൽ മുറിവേറ്റതാകാം എന്നുള്ളതാണ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇക്കാര്യം 2 ദിവസം നിരീക്ഷിക്കാനാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ആനയുടെ മുറിവിൻ്റെ സ്ഥിതി കൂടുതൽ വഷളാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പരിക്കുണ്ട് എന്ന് കൃത്യമായി ബോധ്യമാവുകയാണെങ്കിൽ അതിന് വേണ്ട ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കാം എന്നുള്ളതാണ് വനംവകുപ്പ് ഡോക്ടർമാർ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനം മന്ത്രിക്ക് നിവേദനവും ലഭിച്ചിട്ടുണ്ട്. ശരി ലിഷോയ്.